ഹായ് ഫ്രണ്ട്സ്, സൊഡേക് PSC അക്കാഡമിയുടെ LDC ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ റിവിഷൻ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആ റിവിഷൻ എക്സാമിൽ 101 റാങ്കിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുന്നതാണ്. ഇത് ഒരാഴ്ച മാത്രമല്ല നൽകുന്നത്, വരുന്ന എല്ലാ ആഴ്ചകളും LDC എക്സാം വരെയുള്ള എല്ലാ ആഴ്ചകളിലും ഇത്തരത്തില് ആഴ്ചയിൽ ക്യാഷ് പ്രൈസ് സമ്മാനം ഉണ്ടായിരിക്കും. അത് 101 റാങ്കിൽ വരെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് സമ്മാനമായി നമ്മൾ നൽകുന്നത്. ആദ്യ റാങ്കിലേക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നത് 1000 രൂപയും, രണ്ടാമത്തെ റാങ്കിലേക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നത് 750 രൂപയും, മൂന്നാം റാങ്കിലേക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നത് 500 രൂപയുമാണ്. ബാക്കി 101 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 100 രൂപയാണ് ക്യാഷ് പ്രൈസ് സമ്മാനമായി ലഭിക്കുന്നത്. സോ ആദ്യത്തെ റിവിഷൻ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അതില് ഈ റാങ്കുകൾ കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം തന്നെ വിജയാശംസകൾ സോഡിയക് PSC അക്കാഡമി പറയുന്നു. ഓക്കെ, ഇനി 1ാം റാങ്കിലും 2ാം റാങ്കിലും 3ാം റാങ്കിലേക്ക് എത്തിയ ഉദ്യോഗാർത്ഥിക്ക് സ്പെഷ്യൽ ആയിട്ട് കൺഗ്രാജുലേഷൻസ്. കാരണം നമ്മൾ ഇത്തരത്തിൽ സമ്മാനം കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഓരോ ആഴ്ചയും നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസിന്റെയും ക്ലാസ് നോട്ടിന്റെയും പരീക്ഷ മാത്രമാണ് റിവിഷൻ എക്സാം ആയിട്ട് നടത്തുന്നത്. അത് കൃത്യമായി പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സമ്മാനം നൽകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു പ്രചോദനം ഉണ്ടാകുന്നു, അല്ലെ? അതായത് ശനി മുതൽ അടുത്ത വെള്ളി വരെയുള്ള ശനിയാഴ്ച മുതൽ അടുത്ത ആഴ്ചത്തെ വെള്ളിയാഴ്ച വരെയുള്ള ക്ലാസ് നോട്ടും ക്ലാസ്സിലെയും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം, പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് നോട്ടിന്റെ കാര്യങ്ങൾ മാത്രമാണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. അപ്പോൾ ആ പരീക്ഷ ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും, LDC ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അതായത് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും 899 രൂപ മാത്രമാണ് ഫീസ്. ഇപ്പൊ ഫസ്റ്റ് റാങ്കിലെത്തിയ ഉദ്യോഗാർത്ഥി അതിൽ കൂടുതൽ ക്യാഷ് ആദ്യത്തെ ആഴ്ച തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. ആ ഉദ്യോഗാർത്ഥിക്ക് വേണമെങ്കിൽ ഇനിയുള്ള എല്ലാ ആഴ്ചയും 1ാം സ്ഥാനത്തേക്ക് വരികയും അതിന്റെ ഇരട്ടി ക്യാഷ് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പ്രോത്സാഹനം നൽകുക എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുന്നത്. ഓക്കെ, ഇനി 101 റാങ്കിൽ എത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 2 മാസം കൊണ്ട് നിങ്ങൾ മുടക്കിയ മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ച് എത്തുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായി പഠിക്കുക. അപ്പൊ ഇപ്പോഴുള്ള പഠനം പോരാ, ഇനിയും നന്നായി പഠിക്കുക. ഇത്തവണ എത്തിയ ഉദ്യോഗാർത്ഥിയെ കടത്തി വെട്ടിക്കൊണ്ട് അടുത്ത തവണ 1ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികള് പരിശ്രമിക്കുക. ഓക്കെ, 1ാം സ്ഥാനം നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ ഉദ്യോഗാർത്ഥിയും ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചതിൽ സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങൾക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് അതേപടി ഫോളോ ചെയ്ത ഉദ്യോഗാർത്ഥികളെ മാത്രമാണ് ഇതിൽ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കൃത്യം ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് എക്സാം നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള, നമ്മൾ അനുവദിച്ചു തന്നിരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എക്സാം എഴുതി പൂർത്തീകരിക്കേണ്ടതാണ്, അല്ലെ? 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ എഴുതി പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നതായി കണക്കാക്കുകയും ഒപ്പം തന്നെ എന്താണ് ക്യാഷ് പ്രൈസ് സമ്മാനം ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ആ പരീക്ഷ എഴുതാം. കാരണം റിവിഷൻ എക്സാം ആണ്, അല്ലെ? ആ പരീക്ഷ എപ്പോ വേണമെങ്കിലും എഴുതാം. പക്ഷേ അത് ഈ ഒരു മത്സരത്തിന്റെ കാറ്റഗറിയിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നെക്സ്റ്റ് ടൈം കൃത്യമായി നിങ്ങൾ മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് കൃത്യം 8 മണിക്ക് തന്നെ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം കൃത്യം കൗണ്ട് ഡൗൺ ഒക്കെയാണ്, നമ്മൾ ആപ്പ് വഴിയാണ് പരീക്ഷ നടക്കുന്നത്. ആ കൗണ്ട് ഡൗൺ നടത്തി കൃത്യം 8 മണിയാകുമ്പോൾ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ എൻ ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ ടൈമിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ സമ്മാനം നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച ഞങ്ങൾ നൽകുന്ന നോട്ട്സ് ക്ലാസ്സുകൾ നന്നായി പഠിച്ച് എഴുതാൻ സാധിച്ചാൽ ഒറ്റ ആഴ്ച കൊണ്ട് അടയ്ക്കുന്ന ഫീസ് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ച് എത്തുകയാണ്, അല്ലെ? ഇത് ഒരാഴ്ച മാത്രമല്ല, ഒരു മാസത്തിൽ 4 ആഴ്ചകളുണ്ട്. 4 ആഴ്ചയും 4 റിവിഷൻ എക്സാം ഉണ്ട്. സോ ഒരു എക്സാമിൽ നിങ്ങൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയില്ലെങ്കിലും വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നതാണ്, അല്ലെ? ഇല്ലെങ്കിൽ 101 റാങ്കിൽ എവിടെയെങ്കിലും എത്താൻ ശ്രമിച്ചാൽ തന്നെ ക്യാഷ് പ്രൈസ് സമ്മാനമായി ലഭിക്കുന്നതാണ്. അപ്പൊ മറ്റു മാനദണ്ഡങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. കൃത്യം 8 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത്, അല്ലെ? 50 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. നമ്മൾ കൃത്യമായ ഒരു സമയം നൽകുന്നുണ്ടായിരിക്കും. അത് ഒരുപക്ഷെ 15 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 20 മിനിറ്റ് ആയിരിക്കും. അത് ചോദ്യത്തിനനുസരിച്ചായിരിക്കും. ഓക്കെ, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പരീക്ഷ എഴുതി പൂർത്തീകരിക്കുക, അല്ലെ? ഇനി പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എൻഡ് ചെയ്യുക. റീടേക്ക് എടുക്കരുത്. കാരണം 2 തവണ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഡിസ്ക്വാളിഫൈ ആയി പോകുന്നതായിരിക്കും. അതായത് നിങ്ങളെ മത്സരത്തിൽ പരിഗണിക്കുന്നതല്ല. അപ്പൊ റീടേക്ക് എടുക്കരുത്. നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ ഇതേ എക്സാം ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും
വീണ്ടും ചെയ്തു നോക്കാം. ഓക്കെ, ഒപ്പം തന്നെ എക്സാം ഹിസ്റ്ററിയിൽ കയറി നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിപ്പോയത്, എവിടെയാണ് ശരിയായെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഈ പറയുന്ന മത്സരം അവസാനിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, റീടേക്ക് എടുക്കാതിരിക്കുക. ഓക്കെ, ഒറ്റത്തവണ കൊണ്ട് പരീക്ഷ എഴുതി പൂർത്തീകരിക്കുക. ഓക്കെ, സമയം കൃത്യമായി പാലിക്കുക. ആ ഒരു സമയത്തുള്ള എക്സാം ഫിനിഷ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഓക്കെ അല്ലെ? ഇത് നമുക്കറിയാം 50 മാർക്കിന്റെ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ സെയിം മാർക്കിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തവണയും അത്തരത്തിൽ തന്നെയാണ്, സെയിം മാർക്കായിരുന്നു വന്നത്. ആ സെയിം മാർക്ക് വരുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കുന്നത് നിങ്ങൾ എടുത്ത സമയമായിരിക്കും പരിഗണിക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് എഴുതി പൂർത്തീകരിക്കുന്ന ആളായിരിക്കും എന്താണ് അതിൽ മുൻഗണന ലഭിക്കുന്നത്. ഓക്കെ അല്ലെ? ഇനി ഒരേ സമയം വന്നാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലെ? സോ ആദ്യത്തെ വീക്കിലി ടെസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്താണ് പല ഉദ്യോഗാർത്ഥികളും അത് സീരിയസ് ആയി കണ്ടില്ല അല്ലെ. സീരിയസ് ആയി കണ്ട ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ വരാൻ പോകുന്ന പരീക്ഷ സീരിയസ് ആയി തന്നെ കാണുക, നന്നായിട്ട് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യം വെറുതെ ആണോ എന്നൊക്കെ ചില ഉദ്യോഗാർത്ഥികളൊക്കെ ഓർത്ത് കാണും. എന്തായാലും ഈ സമ്മാനം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞായറാഴ്ച പരീക്ഷ നടത്തുന്നു. തിങ്കളാഴ്ച തന്നെ നമ്മൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് തിങ്കളാഴ്ച തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൈസ് മണി എത്രയാണോ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്നതായിരിക്കും, സമ്മാനമായി നൽകുന്നതായിരിക്കും. ഓക്കെ, ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളെ പഠനത്തിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇത്തവണത്തെ വിജയികളെ നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, അപ്പൊ ആ വിജയികൾക്ക് എന്തായാലും ഒരിക്കൽ കൂടി സോഡിയക് PSC അക്കാഡമിയുടെ ആശംസകൾ നേരുന്നു. അടുത്ത പരീക്ഷ നിങ്ങളുടെ പരീക്ഷയാണ്. അതിൽ 1ാം റാങ്കോ 2ാം റാങ്കോ 3ാം റാങ്കോ കരസ്ഥമാക്കാൻ ശ്രമിക്കുക. ഇനി ഇത്തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസം 4 വീക്കിലി ടെസ്റ്റ് വരുന്നുണ്ട്. പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 2, 3, 4 വർഷമായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാം, PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാം. ഓക്കെ, അവർക്കും അല്ലെ ഇനി ഫ്രഷ് ആയിട്ട് പുതിയതായി PSC പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാം. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും കോമ്പറ്റീഷൻ ഒരുപോലെയാണ്, വ്യത്യാസമില്ല. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ കൃത്യമായി പഠിക്കാൻ സാധിച്ചാൽ, കൊടുത്ത ക്ലാസ് ഒരാഴ്ചത്തെ ക്ലാസ് കൃത്യമായി പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിയാകാൻ സാധിക്കും. അതിലെ സീനിയോറിറ്റിയുടെ കാര്യമൊന്നും വരുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇനി അടുത്ത ടേമിലെ വിജയിയാകാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലെ. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയേ, LDC പരീക്ഷ വരെ നിങ്ങൾക്ക് ഇത്തരത്തില് 1ാം റാങ്കിലേക്ക് എത്താൻ സാധിച്ചാൽ ഓരോ മാസവും 4000 രൂപ വെച്ച് നിങ്ങൾക്ക് 1ാം സമ്മാനം കരസ്ഥമാക്കാവുന്നതാണ്. ഇനി ഇതിന്റെ എൻഡില് സോഡിയക് PSC അക്കാഡമി ഒരു ബമ്പർ എക്സാം നടത്തുന്നുണ്ട്. അതിൽ പരിഗണിക്കുന്നത് വീക്കിലി പരീക്ഷയിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ആയിരിക്കും ഈ ബമ്പർ പരീക്ഷയിലേക്ക് നമ്മൾ പരിഗണിക്കുന്നത്. സോ ആ ബമ്പർ പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് എൻട്രി ലഭിക്കാൻ കൂടി ഇത് സഹായിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥി ഓൾറെഡി ഈ ബമ്പർ പരീക്ഷയിലേക്ക് എൻട്രി ആയിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കും ഇത്തരത്തിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ആദ്യ 101 റാങ്കിലേക്ക് എത്താനെങ്കിലും പരിശ്രമിക്കുക. ഓക്കെ അല്ലെ ഉദ്യോഗാർത്ഥികളെ? അപ്പൊ നന്നായി പഠിക്കുക. ഓക്കെ, മുടക്കിയ മുതൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം അല്ലെ. ഇനി 6 മാസത്തേക്ക് നിങ്ങൾക്ക് മറ്റു ജോലികൾ മാറ്റിവെച്ച് പഠിക്കാനും സാധിക്കും. അത്യാവശ്യമുള്ള നിങ്ങളുടെ പോക്കറ്റ് മണി ആയിട്ട് ഇത് തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. ഓക്കെ കുട്ടികളെ, അപ്പൊ എന്തായാലും വരുന്ന വീക്കിലി പരീക്ഷ നമുക്ക് കാണാം. അതിലെ വിജയി ആരെന്ന് നമുക്ക് അറിയാം. താങ്ക് യു.